ഹലോ, ഇന്ന് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അൺബോക്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയുള്ള ഒരു ട്രൈപോഡും ഒരു മൈക്രോഫോണും എല്ലാം കൂടിയിട്ടൊരു കിറ്റാണ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറേ ഫ്രണ്ട്സ്, അതായത് നമ്മളറിയാവുന്ന അല്ലാത്തവരുമായ കുറച്ച് ഫ്രണ്ട്സ് നമ്മളോട് ചോദിച്ചിരുന്നു എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്, മൊബൈൽ ഫോൺ വെച്ചിട്ടാണോ, എന്ത് യൂസ് ചെയ്തിട്ടാണെന്നൊക്കെ. അപ്പോൾ നമ്മൾ കാറിൻ്റെയൊക്കെ വീഡിയോ ഓഫ് കോഴ്സ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് ഗിംബലൊക്കെ വെച്ചിട്ടാണ്. ആ ഗിംബിൽ ഞാൻ ഒരെണ്ണം ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാം. പിന്നെ വയേർഡ് മൈക്രോഫോൺ ഉള്ളത്, അതത്ര നമുക്ക് ട്രാവലിങ്ങിനൊക്കെ അത്രയും നമുക്ക് വയേർഡ് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ചുറ്റുവട്ടം കവർ ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ഓർഡർ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല. അപ്പം ഇപ്പോൾ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാനിപ്പോൾ അൺബോക്സിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ്, ഒരു ഷോർട്ട് വീഡിയോ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു രശ്മീസ് വ്ലോഗ്സ്. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുവാണ്. എന്തായാലും ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് സംഭവം. ഇത് നെഫിക്കാർ യൂട്യൂബ് വ്ളോഗിങ് കിറ്റ് എന്ന് പറഞ്ഞിട്ട് ആമസോണിൽ വരുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് അവർ എഴുതിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ മൈക്രോഫോൺ ഉണ്ടാവും, പിന്നെ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഒരു ക്ലാമ്പ്, നമുക്ക് സ്മാർട്ട് ഫോൺ വെക്കാനുള്ളതുണ്ട്, ട്രൈപോഡ് ഉണ്ട്, പിന്നെ ഒരു വിൻ മഫ് ഉണ്ട്, പോർട്ടബിൾ കേസ്, ഒരു ബാഗ് പോലെ ഒരെണ്ണം ഉണ്ട്, പിന്നെ ഒരു കേബിളും കൂടി അതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കേബിൾ. ഇത്രയും ഉണ്ട് ഇതിനകത്ത് അവർ എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇനിയിപ്പം ഓപ്പൺ ചെയ്ത് നോക്കാം. കണ്ടോ, ഇത്രയും സംഭവങ്ങളാണ് അവരെഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ എന്തായാലും നമുക്ക് ഇപ്പം എന്താ പറയേണ്ടത്, ആദ്യമേ ഈ നമ്മൾ യൂട്യൂബ് ഇത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കണ്ടമാനം പ്രൈസ് റേഞ്ചുള്ള സംഭവങ്ങളൊന്നും നമുക്ക് എന്തായാലും ഓർഡർ ചെയ്തിട്ടൊന്നും അത്രയൊന്നും കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മളിപ്പോൾ ഇതിനിപ്പോൾ എന്ന് വെച്ചാൽ 3000 രൂപ ആ ഒരു റേഞ്ചിലുള്ളതാണ്. ഈവൻ ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഗിംബലും വാങ്ങിച്ചിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഗിംബലിനും പ്രൈസ് എത്രയായിരുന്നു? വയേർഡ് മൈക്കിന് 700, ഗിംബലിന് എത്രയായിരുന്നു അനുഷേട്ടാ? 6000. അപ്പോൾ അത്രയുള്ള ഒരു പ്രൈസിലുള്ളതാണ് നമ്മൾ മേടിച്ചത്. ഇതിപ്പം കോമിക്ക എന്ന് പറഞ്ഞിട്ട് സംഭവം എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഒരു പോർട്ടബിൾ കേസ്, നല്ലൊരു ബാഗാണ് കേട്ടോ. നമുക്കിത് എന്താ പറയേണ്ടത്, സൂക്ഷിക്കാൻ പറ്റിയ ഒരു ബാഗ്, ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പുറത്തേക്കൊക്കെ പോകുമ്പോഴത്തേക്കും. ഇത്രയുമാണ് സംഭവങ്ങൾ കൊടുത്തിരിക്കുന്നത്. അവർ പറഞ്ഞ പോലെ ഒരു മൈക്രോഫോൺ ഉണ്ട്. ഇതാണ് മൈക്രോഫോണ്, നമുക്ക് എടുത്ത് നോക്കാം. പിന്നെ ഫ്ലെക്സിബിൾ സ്മാർട്ട് ഫോൺ ക്ലാമ്പ്, നമുക്ക് ഫോൺ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാമ്പ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണിത്. ഇനി പിന്നെ എന്താണ്, ഇതിൻ്റെ കൂടെ ട്രൈപോഡ്, ഇതാണ് ട്രൈപോഡ്. ഒരു ട്രൈപോഡ് കൊടുത്തിട്ടുണ്ട്. ഒത്തിരി വലിയ വെയിറ്റും കനമൊന്നും ഇല്ല കേട്ടോ. ഭയങ്കര എന്താ പറയുക, നമുക്ക് ഹാൻഡി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇത് കണ്ടിട്ട്. പിന്നീടുള്ളത് ഒരു വിൻ മഫ്, നോയ്സ് ഒന്നും ആകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വിൻ മഫ്. ഇത്രയും സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഈ പോർട്ടബിൾ കേസും, പിന്നെ ഇതിൻ്റെ ഒരു കേബിൾ അവർ പറഞ്ഞിരുന്നല്ലോ. കേബിൾ എവിടെ? കേബിൾ. ഇതിൻ്റെ ഒരു ഓഡിയോ ഔട്ട്പുട്ട് കേബിൾ ഫോർ സ്മാർട്ട് ഫോൺ, അതായത് സ്മാർട്ട് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേബിളാണിത്. ഈ കേബിളും കൂടി ഉണ്ട്. ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഈ കേബിള്, ഇതാണ് കേബിള്. ഇത് നമ്മൾ ഫോണിലേക്കും ഒരെണ്ണം മൈക്രോഫോണിലേക്കും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേബിളാണ് ഇവർ തന്നിരിക്കുന്നത്. ഇത്രയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. അപ്പം ഒരു മൈക്രോഫോൺ ഉണ്ട്, ഒരു ഫോൺ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ക്ലാമ്പ് ഉണ്ട്, പിന്നെ ഒരു ട്രൈപോഡ് ഉണ്ട്, പിന്നെ ഒരു കേബിളുണ്ട്, വിൻ മഫ്, പിന്നെ ഈ പോർട്ടബിൾ കേസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് സംഭവങ്ങൾ ഇതിനകത്തുള്ളത്. സോ നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടെന്ന് അറിയാമല്ലോ. ഇതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവലും ഉണ്ട് കേട്ടോ. നമുക്ക് കണക്ട് ചെയ്യാനുള്ളൊരു രീതി എങ്ങനെയാണെന്ന് അത് പിന്നീട് നോക്കാം. ആദ്യമേ ഞാനൊന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ, പറ്റുമോ എന്ന് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസർ മാനുവൽ എടുക്കാം. അപ്പോൾ ട്രൈപോഡാണ്. അപ്പം ഇതിങ്ങോട്ടേക്ക് ഇവിടെയൊന്ന് കണക്ട് ചെയ്യുന്നത്.
ഫിറ്റ് ആകുന്നില്ലേ? ഇവിടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അത് വെച്ചിട്ട് ഇങ്ങനെ ഫിറ്റാക്കാം. ഇത് നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം ഇവിടെ. അപ്പം ഇത് ടൈറ്റ് ചെയ്തു. ഇനി നമ്മുടെ മൈക്രോഫോണ് എനിക്ക് തോന്നുന്നു ഈ പാർട്ട് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നോക്കട്ടെ ഞാൻ. ഓക്കെ, ഇതിപ്പം കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വെച്ചിട്ട് ഇത് ചെയ്യാം, ടൈറ്റ് ചെയ്യാം. ഓക്കെ, സംഭവം റെഡി ആയിട്ടുണ്ട്. ഇതിവിടെ നമുക്ക് ടൈറ്റ് ചെയ്യാം. നോക്കി, ഇവിടെ ഈ സംഭവം ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം നമുക്ക്. ഇവിടെ ഇതുപോലെ തന്നെ താഴെ ഇതൊരു സംഭവമുണ്ട്, അത് കൊടുത്തിട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയാണ് ഇത്. അതായത് നമുക്കിങ്ങനെ ഫോണിനി ഇവിടെ വയ്ക്കാം. ഫോണിൻ്റെ നമ്മുടെ എത്രയാണോ ഫോണിൻ്റെ വീതി അനുസരിച്ച് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ആ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഫോണിനനുസരിച്ച് നമുക്കത് ഞാൻ ഫോൺ വെച്ച് നിങ്ങളെ കാണിക്കാം. പിന്നെ ഇത് നമ്മൾ ഫോൺ വെച്ചിട്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ഹാൻഡിൽ തന്നെ പിടിച്ചുകൊണ്ട് നമുക്ക്, അതായത് അപ്പം മൈക്കും കൂടി സംസാരിക്കുകയും ചെയ്യാം, ഫോണിൽ വീഡിയോസും കാണാം. അപ്പുറത്തെ ആണെങ്കിലും ഇപ്പുറത്തെ ആണെങ്കിലും സെൽഫി വീഡിയോസൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി എടുക്കാൻ എളുപ്പമായിരിക്കും. ട്രാവലിംഗ് വീഡിയോസിന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നമുക്ക് യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു, യൂസ് ചെയ്തിട്ടില്ല എങ്കിലും. പിന്നെ വയർ ഇതിൻ്റെ ഒരു കേബിളുണ്ട്, ആ കേബിൾ ഞാൻ കണക്ട് ചെയ്ത് കാണിക്കാം. പിന്നെയുള്ളത് വിൻ മഫ് ഒന്ന് നോക്കാം നമുക്ക്. എന്തായാലും ആണ് വിൻ മഫ് നമ്മൾ നോയ്സൊക്കെ ഒത്തിരി പുറത്തുനിന്നുള്ള നോയ്സ് വരാതിരിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. ഞാനത് നോക്കട്ടെ. സോ ഞാനിതിൻ്റെ വിൻ മഫ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടുണ്ട്, കാണാനൊക്കെ ഒരു രസമുണ്ട്. അപ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ, നോയ്സിൻ്റെ ആ ഒരു ഒത്തിരി നോയ്സ്, ഔട്ട്സൈഡിൽ നിന്നുള്ള നോയ്സ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഇതിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഞാനൊരു ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫോൺ ഇനി നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ഫോണിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞു, ഫോണിൻ്റെ നമ്മുടെ ഇതിനനുസരിച്ച് എത്ര ആണോ അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ആ വീതി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇത് ടൈറ്റ് ചെയ്യുന്ന ഇവിടെ മുകളിലുണ്ട്. ഈ സംഭവം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ വീതി ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ഫോണൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ഇത് കുറച്ചിങ്ങനെ ലൂസാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുപ്പിക്കണം. അപ്പോൾ ഇനി അടുപ്പിച്ച് നോക്കാം. ഫോണ് നമുക്കിങ്ങനെ ടൈറ്റാക്കി വെക്കാം, പേടിക്കാനൊന്നുമില്ല, അതായത് പോകത്തൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഇവിടെ താഴെയായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ പാഡ് പോലത്തെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫോണിന് വേറെ കേടൊന്നും സംഭവിക്കത്തൊന്നുമില്ല. നമുക്കത് കുറച്ചുകൂടി നല്ല ടൈറ്റാക്കിയിട്ട് നോക്കാം. ഞാനൊന്ന് റിമൂവ് ചെയ്തിട്ട് ഇത് വേണമെന്നില്ലല്ലോ ഇപ്പം. ഇതിവിടെ ഇരിക്കട്ടെ എന്തായാലും. അപ്പോൾ ഇനി ഇങ്ങനെ ഇരിക്കും നമ്മുടെ സംഭവം. അപ്പോൾ ഇനിയിപ്പം വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ ക്യാമറ, വീഡിയോ, അങ്ങനെ. അത് കഴിഞ്ഞ് നമ്മൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഒരു കേബിള്, ഓഡിയോ ഔട്ട്പുട്ട് കേബിൾ ഫോർ സ്മാർട്ട് ഫോൺ. അപ്പം ഫോണിൻ്റെ ഭാഗത്തേക്ക് അവർ ഫോണിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫോണിൻ്റെ ഭാഗത്തേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഫോണിൻ്റെ അവിടേക്ക് ഇത് കണക്ട് ചെയ്യുക. പിന്നെ ഇത് നമ്മൾ വന്നിട്ട് ഇവിടെ ഈ മൈക്രോഫോണിൻ്റെ ബാക്കിലേക്ക് കണക്ട് ചെയ്യണം. പിന്നെ ഇത് ഇങ്ങനെ നമുക്കിങ്ങനെ പിടിക്കാൻ മാത്രമല്ല കേട്ടോ, ഞാൻ പറഞ്ഞു തോന്നുന്നു ഓൾറെഡി. ഇത് നമുക്കിങ്ങനെ ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട്, അതായത് ഇപ്പം നമ്മൾ വേറെ എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസോ കാര്യങ്ങളോ ഒക്കെ ആണെന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും. വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റും. എന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഞാൻ തിരിച്ച് വെച്ച് കാണിച്ചു തരാം. നമ്മളെവിടെയാണോ വെക്കുന്നത് അതിൻ്റെ ആ ഒരു ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും കേട്ടോ. ഇങ്ങനെ
വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ വെച്ചിട്ടുള്ള വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെൽഫി മോഡ് ഇങ്ങനെ, അതാരാ അവിടെ നിൽക്കണേ, അപ്പോൾ സെൽഫി മോഡ് ഇതിങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ വീഡിയോ കാണിക്കാം. ഇങ്ങനെ ഹനീഷേട്ടനെ കാണാമല്ലോ. അപ്പം ഇങ്ങനെ വീഡിയോസ് എടുക്കാൻ പറ്റും. കാരണം അപ്പോൾ ബാക്കിലുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് കാണിക്കാം. ഇപ്പോൾ കുറച്ച് അകലത്തിൽ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ബാക്കിലേക്കുള്ള വീഡിയോസൊക്കെ കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് കാണാമല്ലോ. ഫോണിലേക്ക് നോക്കിയാൽ കാണാം. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തില്ല. അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂസ് എനിക്കറിയില്ല. ഇപ്പം ഇത് കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വോയിസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് തന്നെ നമുക്കൊന്നുകൂടി ഒന്ന് ഇതിനകത്ത് കേട്ട് നോക്കാം, വോയിസ് എത്രത്തോളം വരുന്നുണ്ടെന്നറിയാമല്ലോ. അപ്പോൾ വോയിസ് ടെസ്റ്റിംഗ് ഒന്ന് ചെയ്യാം. ഹലോ ഒരു വോയിസ് ടെസ്റ്റിങ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ടോ ഇല്ലെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വീഡിയോ വോയിസ് നോക്കാം എന്തോരം ഉണ്ടെന്ന്. കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ടല്ലോ. അത്യാവശ്യം സൗണ്ട് വരുന്നുണ്ട്. ഞാനിനി ഒന്നുകൂടി ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് ഒന്നുകൂടി നോക്കാം. ഇപ്പോൾ കുഴപ്പമില്ല. എൻ്റെ ഫോണിനേക്കാളും സൗണ്ട് ഇതിനകത്ത് മൈക്കിനകത്ത് കാണിക്കുന്നുണ്ട്. പിന്നീട് ടെസ്റ്റ് ചെയ്താൽ അറിയാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. അതായത് നമുക്ക് കുറച്ച് ട്രാവലിങ്ങിന് പറ്റും. പിന്നെ കാരണം മൈക്ക് ഇഷ്യൂസ് മറ്റേ റോഡ് മോഡൽ മൈക്കൊക്കെ ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അതിനൊക്കെ എനിക്കൊന്ന് 35,000 എബോവ് 40,000 ഒക്കെയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രൈസ്. പക്ഷേ അതൊന്നും നമുക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചൊന്നും ആവശ്യമില്ല. ഇപ്പം നമ്മൾ വലിയ യൂട്യൂബേഴ്സിനെയൊക്കെ സംബന്ധിച്ച് പിന്നെ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഇതെനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഉള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി എനിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കിത് ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് കണ്ടിട്ടും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ ഒന്നുകൂടി നമ്മൾ യൂസ് ചെയ്താലേ അറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഞാൻ ആദ്യമേ ഇത് യൂസ് ചെയ്തത് വിത്ത് ഗിംബലാണെന്ന്. അപ്പം ഇനിയിപ്പം ഗിംബലും കൂടി ഞാൻ ഏതാ യൂസ് ചെയ്തിരുന്നതെന്നൊന്ന് നിങ്ങളെ കാണിക്കാം. അതും എൻ്റെ കയ്യിലുണ്ട്. ഗിംബൽ ഇത് തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഞാൻ ഗിംബൽ വെച്ചിട്ടാണ് കാറിൻ്റെ വീഡിയോസൊക്കെ എടുത്തിരുന്നതെന്ന്. അപ്പം ആ ഗിംബൽ ഇതാട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കണം എന്നുണ്ടെങ്കിൽ ഫൈവ്ടെക്കിൻ്റെ വിംബിൾ 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗിംബലാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 3 ആക്സിസ് സ്റ്റെബിലൈസ്ഡ് ഗിംബലാണ്. ഇത് നമുക്ക് ഇവിടെ നമുക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വിച്ചസൊക്കെ നമുക്ക് സൂം ചെയ്യാനും പിന്നെ ഇത് ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടാട്ടോ ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ എന്താ പറയേണ്ടത് ഈ സിനിമാറ്റിക് മോഡലുള്ള വീഡിയോസും കാറിൻ്റെ വീഡിയോസിനൊക്കെ ഇത് വളരെ നന്നായിരുന്നു. ഞങ്ങൾ നല്ല യൂസ്ഫുള്ളായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് അത്ര അങ്ങ് ഹാൻഡി അല്ല. മീൻസ് ഇത് ഇപ്പം നമുക്ക് ട്രാവലിങ്ങിനൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സെൽഫി മോഡ് എടുക്കാൻ വേണ്ടി കുറച്ചുകൂടി നല്ലത് എനിക്ക് തോന്നുന്നത് ഇതാണെന്ന് തോന്നുന്നു. ഇതിനിപ്പോൾ എന്തായാലും യൂസ് ചെയ്താൽ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു മൈക്ക് വാങ്ങിച്ചിരുന്നു. മൈക്ക് വയേർഡ് മൈക്കായിരുന്നു. അപ്പം വയേർഡ് മൈക്ക് ആകുമ്പോഴും നമുക്ക് കാറിൻ്റെ വീഡിയോസിലൊക്കെ നിന്ന് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വിത്തിൻ 20 ഫീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ഇതും ഓക്കെയാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതാണ് ഗിംബലിൻ്റെ നെയിം, ഫൈവ്ടെക് വിംബിൾ 2 എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതും കൂടി ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബ് വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി നമ്മൾ ഈ ട്രാവലിങ്ങിനൊക്കെയാണല്ലോ ഒത്തിരി സഞ്ചരിക്കുന്നത്. അപ്പോൾ അല്ലാത്ത ടൈപ്പ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ വയേർഡ് മൈക്കാണെങ്കിൽ നമുക്ക് മതി. അത് ബോയ BYMA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വയേർഡ് മൈക്കാണ്. 20 ഫീറ്റിൻ്റെയാണ് വരുന്നത്. പക്ഷെ നല്ല മൈക്കാണ് കേട്ടോ. നമുക്ക് നല്ല സൗണ്ടും ക്ലാരിറ്റിയും എല്ലാം ഉള്ള നല്ലൊരു മൈക്ക് തന്നെയാണത്. ഞാൻ എല്ലാത്തിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമുക്ക് ആ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പമുണ്ട് ആർക്കെങ്കിലും
ആരെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആകുമായിരിക്കും. നിങ്ങൾക്ക് ലിങ്ക് കയറി ചെക്ക് ചെയ്യാം, എങ്ങനെയുണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യാം. പക്ഷേ എനിക്ക് യൂസ് ചെയ്തിട്ട് ഈ ഗിംബലും ആ വയേർഡ് മൈക്കും വളരെ നല്ലതായിട്ട് തന്നെ ഫീൽ ചെയ്തു. ഇപ്പം പിന്നെ ഞാനിത് അൺബോക്സിങ് ചെയ്തല്ലേ ഉള്ളൂ, അപ്പോൾ എനിക്ക് ഇതിൻ്റെ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ ഇത് കണ്ടിട്ട് ഇപ്പോൾ കുഴപ്പമില്ല. ഈവൻ ഹാൻഡി ആണ്, വോയിസിനും കുഴപ്പമില്ല, അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ട്. കൂടുതലും ട്രാവലിംഗ് വീഡിയോസിന് ഇത് പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു യൂസർ മാനുവലുണ്ട്. പിന്നെ ഈ പോർട്ടബിൾ കേസൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ എടുത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി നല്ല രസമായിട്ട് തന്നെയാണ് അവർ തന്നിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് തന്നിരിക്കുന്നത്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അൺബോക്സിങ് വീഡിയോ ഞാൻ എന്താ ചെയ്യാമെന്ന് കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്തത്. അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പോൾ വീണ്ടും ഒരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.